ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. ബലിതർപ്പണം നടത്തി വോട്ട് നേടാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണമെന്നും സുധാകരൻ പരിഹസിച്ചു. വിശ്വാസികളെ അപമാനിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസും BJPയുമാണ്, കമ്മ്യൂണിസ്റ്റുകാരല്ല. നമ്മുടെ ഏതെങ്കിലും സ്ത്രീകളെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു? നമ്മളാരും അയച്ചിട്ടില്ല. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് പ്രൈം മിനിസ്റ്റർ ആവണമെങ്കിൽ അതിന് ഒരേ ഒരു വഴി ഇവിടുന്ന് 18 ഇടതുപക്ഷക്കാരെങ്കിലും പോവുക മാത്രമാണ്. ആട് പറഞ്ഞാൽ നിങ്ങളാവില്ല, നിങ്ങളുടെ കൂടെയുള്ളവർ മോഡിയുടെ കൂടെ പോകും. രാഹുലിന്റെ ബലിതർപ്പണത്തെയും സുധാകരൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ്. ബലിതർപ്പണം നടത്തിയത് കൊണ്ടോ മരിച്ച് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെയാണ് ഞാൻ ആത്മാക്കളെ തിരിച്ചു പിടിച്ചത് കൊണ്ടോ ഒന്നും വോട്ട് കിട്ടത്തില്ല. പരാതാത്മാക്കൾക്ക് ആകെ വോട്ടില്ല എന്നുള്ള കാര്യം ഓർത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ AK ആന്റണിയാണെന്നും ആന്റണിയുടെ ഉപദേശമാണ് കോൺഗ്രസിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും സുധാകരന്റെ ആരോപണം. AK ആന്റണിയാണ് ഉപദേശകൻ എന്നാണ് പറയുന്നത്. ഇതല്ല, അദ്ദേഹമാണ് ഇതെല്ലാം ഉപദേശിക്കുന്നത്. അദ്ദേഹമാണ് പ്രധാന ഉപദേശകൻ. അദ്ദേഹം ഉപദേശിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഈ 44 സീറ്റായത്. NDA സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വിമർശനം ഇങ്ങനെയാണ്. PC ചെയർമാൻ രാഷ്ട്രീയമില്ല, അതൊക്കെ പുള്ളി മറന്നങ്ങ് കോൺഗ്രസ്സായി കടിച്ചാലാണ്. ആ കതറെടുപ്പ് എപ്പോഴും ഇട്ടേക്കുന്നത്. BJP ചേർന്നെങ്കിലും കതറെടുപ്പ് മാറ്റിയിട്ടില്ല. കാരണം ഇനി എപ്പോഴാണ് തിരിച്ച് കോൺഗ്രസിൽ പോകണമെന്നുള്ള തിട്ടമില്ല. എബി തോമസ്, മീഡിയ 1, ആലപ്പുഴ.